നമസ്കാരം. തിരഞ്ഞെടുപ്പിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കേരളത്തിലെ ഒരു പ്രത്യേക നിയമസഭാ മണ്ഡലത്തിലേക്ക്, അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഇത് വെറും കണക്കുകളല്ല, മറിച്ച് ഒരു നാടിന്റെ തന്നെ ഹൃദയമിടിപ്പാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും പ്രാദേശികമാണല്ലേ? ഓരോ നാടിന്റെയും ഭൂപ്രകൃതി, അവിടുത്തെ സംസ്കാരം, ഇതൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ കേരളത്തിന്റെ ഈ ഭൂപടം നോക്കൂ. ഇതിലെ ഓരോ ചെറിയ ബിന്ദുവിനും പറയാൻ അതിൻ്റേതായൊരു കഥയുണ്ടാകും. അതുകൊണ്ടുതന്നെ നമ്മളിതിനെ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്ന രീതിയിലൊരു മത്സരമായിട്ടല്ല കാണുന്നത്. മറിച്ച് വോട്ടർമാർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, നേതാക്കൾ അതിൽ നിന്ന് എന്താണ് കേൾക്കുന്നത് എന്നതിൻ്റെ ഒരു ആഴത്തിലുള്ള വിശകലനമായി നമുക്കിതിനെ സമീപിക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, പഠിക്കാൻ പോകുന്നത് ഗുരുവായൂർ എന്ന നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടനയിലേക്ക് പോകാം. കാരണം അവിടുത്തെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്നതിൽ ഈ മണ്ണിന്, ഈ നാടിന്റെ ഘടനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഗുരുവായൂരിന് പ്രധാനമായും രണ്ട് വ്യത്യസ്ത മുഖങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന്, മത്സ്യബന്ധനം പ്രധാന വരുമാന മാർഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തിനു കൂടുതൽ പ്രാതിനിധ്യമുള്ള തീരദേശ മേഖല. ഇനി രണ്ടാമത്തേത്, ക്ഷേത്രനഗരവും കൃഷിയുമൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇടനാടൻ പ്രദേശം. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് മേഖലകളിലെയും ജനങ്ങളുടെ പ്രതീക്ഷകളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഈ മണ്ഡലത്തിന്റെ ഒരു സാമ്പത്തിക ജീവനാടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗൾഫിൽ നിന്ന് വരുന്ന പണം, പ്രത്യേകിച്ച് എങ്ങണ്ടിയൂർ, കടപ്പുറം പോലുള്ള തീരദേശ ഗ്രാമങ്ങളിൽ വലിയൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തെ ആശ്രയിച്ചുള്ള ഒരു വലിയ ഇക്കോണമി അവിടെയുണ്ട്. പിന്നെ തീർച്ചയായും മത്സ്യബന്ധനവും കൃഷിയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. ശരി, ഈ നാടിന്റെ ഒരു പൊതുവായ സ്വഭാവത്തിൽ നിന്ന് നമുക്കിനി അവിടുത്തെ വോട്ടർമാരുടെ പെരുമാറ്റത്തെയും അവരുടെ ആശങ്കകളെയുമൊക്കെ വെളിപ്പെടുത്തുന്ന ചില കണക്കുകളിലേക്ക് കടക്കാം. ഈ കണക്കുകൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന മുന്നണികളുടെ പ്രകടനമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. UDFന്റെ അടിത്തറ, അതായത് അവരുടെ കോർ വോട്ട് ബാങ്ക്, ഏകദേശം ഒരു 40% ഏകദേശം സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ LDFന്റെ വിജയമാർജിനിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് 2021 അവരുടെ വോട്ട് വിഹിതം 52% മുകളിലേക്ക് കുതിച്ചുയർന്നു. ആ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ സ്വാധീനം എത്രത്തോളം ശക്തമായിരുന്നു എന്നതിന്റെ വളരെ വ്യക്തമായൊരു സൂചനയാണിത്. എന്നാൽ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. 2021 നിയമസഭയിലേക്ക് LDFന് വോട്ട് ചെയ്തവരിൽ ഒരു വലിയ വിഭാഗം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDFനാണ് വോട്ട് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ടിക്കറ്റ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനം ഭരിക്കാൻ ഒരു പാർട്ടിയും കേന്ദ്രം ഭരിക്കാൻ മറ്റൊരു പാർട്ടിയും. ഇവിടത്തെ വോട്ടർമാരുടെ മനഃശാസ്ത്രം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏകദേശം 27% ആളുകൾ, അതായത് 4 വേണമെങ്കിൽ പറയാം, വോട്ട് ചെയ്യാനേ പോയിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭാവിയിലെ തെരഞ്ഞെടുപ്പുകളുടെ ഫലം തന്നെ നിർണ്ണയിക്കാൻ കഴിവുള്ള വളരെ നിർണായകമായ ഒരു വിഭാഗമാണവർ. അപ്പോൾ ഈ കണക്കുകൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കുമപ്പുറം ഈ മണ്ണിലെ സാധാരണക്കാരായ മനുഷ്യരെ ശരിക്കും അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കതൊന്ന് നോക്കാം. ആദ്യം തീരദേശ നഗരമായ ചാവക്കാട്ടെ കാര്യമെടുക്കാം. അവിടുത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാനില്ല, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വളരെ മോശമാണ്, ആവശ്യത്തിന് ബസ്സുകളില്ല, രാത്രിയായാൽ തെരുവുവിളക്കുകൾ കത്തുന്നില്ല. ഇതൊക്കെ അവരുടെ ദൈനംദിന ജീവിതത്തെ ശരിക്കും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ക്ഷേത്രനഗരമായ ഗുരുവായൂരിലേക്ക് വരാം. ഇവിടെയും പ്രധാന വില്ലൻ വെള്ളം തന്നെയാണ്. വീടുകളിൽ മാത്രമല്ല, പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ജലക്ഷാമം രൂക്ഷമാണ്. അതോടൊപ്പം അവിടുത്തെ ആശുപത്രിയിൽ ഒരു MRI സ്കാനർ പോലും ഇല്ലാത്തത്, നഗരത്തിലെ ഗതാഗതക്കുരുക്ക്, പിന്നെ ക്ഷേമപദ്ധതികൾ സമയത്തിന് കിട്ടാത്തത്, ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് നിലവിലെ MLAയുടെ പ്രകടനത്തെയും അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും ഒന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തി നോക്കാം. നിലവിലെ MLAയുടെ ഒരു SWOT വിശകലനം നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയുന്നത് ആ ശക്തമായ പാർട്ടി കേഡർ ശൃംഖല തന്നെയാണ്. പക്ഷേ ജലവിതരണ പോലുള്ള അടിസ്ഥാന വിഷയങ്ങളിലെ പരാജയങ്ങൾ ഒരു വലിയ ദൗർബല്യമായി മുന്നിലുണ്ട്. അതേസമയം കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഏതാണ്ട് 7.8% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം കാണിക്കുന്നു. ശരി, ഇനി നമുക്ക് കളിയുടെ മറുവശത്തേക്ക് നോക്കാം. പ്രതിപക്ഷത്തിന്റെ മുന്നിലുള്ളത് ഒരു ചതുരംഗ പലക പോലെയാണ്. കൃത്യമായ കരുകൾ നീക്കേണ്ട ഒരു തന്ത്രപരമായ വെല്ലുവിളിയാണ് അവർ നേരിടുന്നത്. പ്രതിപക്ഷത്തിന് പരിഗണിക്കാവുന്ന ചില പ്രധാന മുഖങ്ങൾ ഇവരാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കെ മുരളീധരൻ തീർച്ചയായും ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ്.
അതേസമയം ടി.എൻ. പ്രതാപന്റെ ക്ലീൻ ഇമേജും പ്രാദേശിക അഭിഭാഷകനായ സാദിഖ് അലിയുടെ യുവജനങ്ങളിലുള്ള സ്വാധീനവും ഇതൊന്നും അത്ര ചെറുതായി കാണാൻ കഴിയില്ല. അപ്പോൾ ഇതുവരെയുള്ള ഈ വിശകലനങ്ങളുടെയെല്ലാം അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഡേറ്റയും വിവരങ്ങളും ഉപയോഗിച്ച് എങ്ങനെ ഒരു വ്യക്തമായ പ്രായോഗികമായ ഒരു പ്രചാരണ തന്ത്രം രൂപപ്പെടുത്താമെന്ന് നോക്കാം. ഇതിനായി ചതുർമുഖ സിദ്ധാന്തം എന്നൊരു തന്ത്രപരമായ ചട്ടക്കൂട് നമുക്കുപയോഗിക്കാം. രാഷ്ട്രീയ പ്രവർത്തനത്തെ നമ്മുടെ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്ന ചില പ്രതീകങ്ങളുമായി ബന്ധിപ്പിക്കുകയാണിവിടെ. ആദ്യത്തേത് ശിവതത്വം, അതായത് ഒരുതരം ആക്രമണോത്സുകത. ഇവിടെ ഭരണപക്ഷത്തിന്റെ വീഴ്ചകളെ, പ്രത്യേകിച്ച് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ജലം, റോഡ്, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ട് ശക്തമായി ആക്രമിക്കുക എന്നതാണ് പ്രധാനം. രണ്ടാമത്തേത് വിഷ്ണുതത്വം, അതായത് സ്ഥിരത. തങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുസ്ഥിരമായ ഒരു ഭരണവും സാമൂഹിക ഐക്യവും ഉറപ്പാക്കുന്ന ഒരു ശക്തിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എതിരാളിക്ക് കഴിയണം. മൂന്നാമത്തേത് ബ്രഹ്മതത്വം, അതായത് നവീകരണം അല്ലെങ്കിൽ സൃഷ്ടി. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവരുടെ തൊഴിലില്ലായ്മ പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇക്കോ ടൂറിസം, ഡിജിറ്റൽ സ്കിൽസ് സെന്ററുകൾ എന്നിങ്ങനെയുള്ള പുതിയതും ഭാവനാപൂർണവുമായ ആശയങ്ങൾ മുന്നോട്ടുവയ്ക്കുക. അവസാനമായി ദുർഗാതത്വം, അതായത് സംരക്ഷണം. കർഷകർക്ക് വിള ഇൻഷുറൻസ് ഉറപ്പാക്കിയും തീരദേശ സമൂഹങ്ങൾക്ക് വേണ്ട സുരക്ഷാ നടപടികൾ വാഗ്ദാനം ചെയ്തും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തങ്ങളൊരു സംരക്ഷണ കവചമായി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുക. ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം. കയ്യിലുള്ള വിവരങ്ങളെയും ഡേറ്റയെയും കേവലം ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാതെ ഒരു നാടിനെ ശരിയായി മനസ്സിലാക്കാനും നന്നായി ഭരിക്കാനും ഉപയോഗിക്കുമ്പോൾ അത് വെറുമൊരു പ്രചാരണം എന്നതിലുപരി ജനങ്ങളുമായി ഉണ്ടാക്കുന്നൊരു പുതിയ കരാറായി മാറുന്നില്ലേ? ഒന്നാലോചിച്ചു നോക്കൂ.